ജീവിതവുമായി ഏറെ സമയമുള്ളതാണ് ടെസ്റ്റ് ക്രിക്കറ്റ് എന്ന് തോന്നിയിട്ടുണ്ട്. ഓവൽ ടെസ്റ്റിൽ ഇംഗ്ലണ്ടിന്റെ രണ്ടാം ഇന്നിംഗ്സിൽ ഹാരി ബ്രൂക്ക് 19 റൺസിൽ നിൽക്കുമ്പോൾ നൽകിയ ക്യാച്ച് സിറാജിന്റെ വലിയൊരു പിഴവ് മൂലം സിക്സ് ആവുന്നുണ്ട്. ആ ഒരു മൊമെന്റിൽ ഇന്ത്യ കളിയും പരമ്പരയും കൈവിടുമെന്ന് എല്ലാവരും കരുതി. കാരണം ഹാരി ബ്രൂക്ക് അതിനുശേഷം ഇന്ത്യൻ ബോളിങ്ങിനെ അടിച്ചൊതുക്കുകയായിരുന്നു. എന്നാൽ സിറാജ് തോറ്റുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. അയാൾ പരിശ്രമിച്ചു, കഠിനാധ്വാനം ചെയ്തു. ഒടുവിൽ അദ്ദേഹം ഉയർത്തെഴുന്നേറ്റു. എളുപ്പത്തിൽ ഇംഗ്ലണ്ട് ജയിക്കുമെന്ന് കരുതിയ കളി സിറാജിന്റെ ഫൈറ്റിംഗ് സ്പിരിറ്റിന് മുൻപിൽ തോറ്റുപോയി. ലോർഡ്സ് ടെസ്റ്റിൽ നിർഭാഗ്യം കൊണ്ട് ഔട്ടായി കളി തോറ്റപ്പോൾ സിറാജ് ഗ്രൗണ്ടിലിരുന്ന് കരഞ്ഞത് ഓർമ്മയില്ലേ? ഇന്നലെ ഓവൽ ടെസ്റ്റ് കഴിഞ്ഞപ്പോഴും സിറാജ് കരഞ്ഞു. വിജയത്തിന്റെ സന്തോഷ കണ്ണുനീരായിരുന്നു അത്. ഏറ്റവും അവസാനം സിറാജ് തന്നെ അറ്റ്കിൻസന്റെ കുറ്റി തെറിപ്പിച്ച് ഈ പരമ്പര അവസാനിപ്പിച്ചത് കാവ്യനീതിയായി തോന്നി. അതെ, ടെസ്റ്റ് ക്രിക്കറ്റ് ജീവിതം തന്നെയാണ്. ഒരിക്കൽ കൈവിട്ടു എന്ന് തോന്നിയാലും പൊരുതി നമുക്ക് എല്ലാം തിരിച്ചു നേടാം എന്ന് പഠിപ്പിക്കുന്ന ജീവിത പാഠം. രണ്ടാം ഇന്നിംഗ്സിൽ പ്രസിദ്ധ് കൃഷ്ണ സിറാജിന് തോളോട് തോൾ നിന്ന് സപ്പോർട്ട് ചെയ്തതും ഒരിക്കലും മറക്കുന്നില്ല. ഇംഗ്ലണ്ട് പരമ്പരയിൽ 5 ടെസ്റ്റും കളിച്ച ഒരേ ഒരു ഫാസ്റ്റ് ബോളറാണ് സിറാജ്. 186 ഓവർ എറിഞ്ഞു. അതായത് 1000-ൽ കൂടുതൽ പന്തുകൾ, 23 വിക്കറ്റുകൾ. നിർണായകമായ അവസാന ടെസ്റ്റിൽ മാൻ ഓഫ് ദി മാച്ച്. മുഹമ്മദ് സിറാജ്, നിങ്ങളൊരു പോരാളിയാണ്. നിങ്ങളുടെ ഫൈറ്റിംഗ് സ്പിരിറ്റിന് മുൻപിൽ ക്രിക്കറ്റ് ലോകം തന്നെ ആദരവോടെ നിൽക്കുന്നു. സിറാജിന്റെ പെർഫോമൻസ് ലൈവ് കണ്ട് ആസ്വദിച്ചവർ തീർച്ചയായും കമന്റ് ചെയ്യുക. ഈ പോഡ്കാസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നന്ദി.